ഒരു 3 മിനിറ്റിന്റെ ഉള്ളിൽ ദൈവമുണ്ട് ഞാൻ പ്രൂവ് ചെയ്ത് തരാം. ഞാൻ പഠിച്ചത് ഖുർആനാണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റൂ. നിങ്ങൾ ഏതാണോ പഠിച്ചത് ആ സ്ക്രിപ്ചർ റെഫർ ചെയ്യുക, ചിലപ്പോൾ അതിലും ഉണ്ടാകും. ഖുർആൻ ദൈവത്തിന്റെ വാക്കാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ പ്രൂവ് ചെയ്തതിന് അതിനർത്ഥം ദൈവം ഉണ്ട് എന്നാണ്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1400 വർഷം മുമ്പാണ് ഖുർആൻ റിവീൽ ചെയ്തതെന്ന് പ്രൂവ് ചെയ്യണം. 2015 യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാം ഒരു റേഡിയോ കാർബൺ അനലൈസ് വഴി പ്രിസർവ് ചെയ്ത ഖുർആൻ ചെക്ക് ചെയ്തപ്പോൾ അതിന് ഏകദേശം 1400 വർഷത്തോളം പഴക്കണ്ടായിരുന്നു. 1400 വർഷം മുമ്പുള്ള ഖുർആൻ എങ്ങനെയാണോ അതേ ഖുർആനാണ് ഇപ്പോഴും. 1400 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അന്ന് ബയോളജി എന്താ, ആസ്ട്രോണമി എന്താ, ജോഗ്രഫി എന്താ, അല്ലെങ്കിൽ കടലിനെ പറ്റി, എലമെന്റ്സിനെ പറ്റി, ഓർബിറ്റിനെ പറ്റി, യൂണിവേഴ്സിനെ പറ്റി ഇതിനെപ്പറ്റി പഠിക്കാനുള്ള ടെക്നോളജി ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ടെക്നോളജി ഇല്ലാത്ത കാലത്തും ഇപ്പം മോഡേൺ സയൻസ് കണ്ടുപിടിച്ച കാര്യങ്ങൾ ഖുർആനിൽ മെൻഷൻ ചെയ്തു ഞാൻ പ്രൂവ് ചെയ്ത അതിനർത്ഥം ദൈവം ഉണ്ട് എന്നാണ്. കുറെ കാലം സയൻസ് ബിലീവ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ സൂര്യൻ അനങ്ങണില്ല, അല്ലെങ്കിൽ സൂര്യന് മൂവ്മെന്റ് ഇല്ല, അത് സ്റ്റേഷനറി ആണ് എന്നാണ്. പിന്നെ സയൻസ് 20th സെഞ്ചുറിയിലാണ് സൂര്യൻ മൂവ് ചെയ്യേണ്ടത് കണ്ടെത്തിയത്, അല്ലെങ്കിൽ അത് സ്റ്റേഷനറി അല്ലാന്ന് കണ്ടെത്തിയത്. പക്ഷേ 1400 വർഷം മുമ്പ് ഖുർആനിൽ പഠിച്ചോ പറയുന്നുണ്ട് ഖുർആൻ 21:33 സൺ ആൻഡ് മൂൺ ഈച്ച് ട്രാവലിംഗ് ഇൻ ആൻ ഓർബിറ്റ്. 1400 വർഷം മുമ്പ് ഒരു മനുഷ്യനെ എങ്ങനെ മൂന്നും സണ്ണും ഒരു ഓർബിറ്റിൽ ട്രാവൽ ചെയ്യേണ്ടത് കണ്ടെത്താൻ പറ്റുക. 1912 ആൽഫേർഡ് പറഞ്ഞ ആള് മൗണ്ടൈൻസ് മൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മലകൾ മൂവ് ചെയ്യേണ്ടതെന്ന് കണ്ടെത്തി. 27:88 see the mountains thinking they are firmly fixed but they are traveling just like clouds. മേഘങ്ങളുടെ പോലെ മലകൾ മൂവ് ചെയ്യുന്നുണ്ടെന്ന് 21ാം സെഞ്ചുറിയിലാണ് സയൻസ് കണ്ടെത്തിയത്. അതായത് അയൺ അല്ലെങ്കിൽ ഇരുമ്പ് ഭൂമിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതല്ല, മറിച്ച് സ്പേസിൽ നിന്ന് അല്ലെങ്കിൽ ഉൽക്ക വഴി ഭൂമിയിലോട്ട് വന്നതാണ്. ഖുർആനിൽ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. He sent on iron with its great might benefits for humanity. മനുഷ്യർക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട കാര്യമാണ് അയൺ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1929ലാണ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യേണ്ടതെന്ന് കണ്ടെത്തിയത്. ഖുർആൻ 57:47 we build the universe with a great might we are certainly expanding it. 1955 മില്ലർ യൂറോ എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്താണ് ലൈഫ് ഫണ്ടമെന്റൽ റിലൈസ് ഓൺ വാട്ടർ. എല്ലാ ലിവിംഗ് ഓർഗാനിസത്തിന്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ്. വി ക്രിയേറ്റഡ് ഫ്രം വാട്ടർ എവറി ലിവിംഗ് തിങ്. നമ്മുടെ ബ്രെയിനോട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു വെയിനാണ് ജുഗുലാർ വെയിൻ എന്ന് പറഞ്ഞത്. ഖുർആനിലെ ഈ വെയിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഖുർആൻ 50:16 and we are closer to him than his jugular vein. 400 വർഷം മുമ്പ് ഈ വെയിനെ പറ്റി ഇങ്ങനെ ഒരു മനുഷ്യന് മനസ്സിലാവുക. അതായത് 19th സെഞ്ചുറി കണ്ടെത്തിയതാണ്. സൂര്യനെ പോലെയുള്ള ഒരു സ്റ്റാർ എക്സ്പ്ലോർഡ് ആയി കഴിഞ്ഞാൽ ഒരു നെബുല ഫോം ചെയ്യും, അതായത് ഒരു ഗ്ലോയിങ് ക്ലൗഡ് ഫോം ചെയ്യും. ഇതിൽ ഹൈഡ്രോജന്റെയും നൈട്രോജന്റെയും ഗ്യാസ് ഒക്കെ ഉള്ളതുകൊണ്ട് കോമൺലി അത് റെഡ് ജയന്റ് കളറാവും ഉണ്ടാവുക. അവസാനത്തെ നാളിൽ സൂര്യനും ചാസും എല്ലാം പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു റെഡ് റോസ് കളേർഡ് ഓയിൽ പോലെയാവുന്ന ഖുർആനിൽ പറയുന്നത്. നമ്മളെല്ലാരും പഠിച്ചിരിക്കുന്നു സൂര്യൻ ലൈറ്റിന്റെ സോഴ്സും ആണ്, മൂൺ അത് റിഫ്ലക്ട് ചെയ്യുന്നത്. ഖുർആൻ അത് മെൻഷൻ ചെയ്തു. He who made the sun a shining light and the moon a derived light. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുക. ബാക്കി